ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞങ്ങളുടെ 40th ഡേ ആണ്. ഞങ്ങൾ ചൈനയിലാണ്. ചൈനയിൽ ടർപ്പാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 39th ഡേ ഞങ്ങൾക്ക് റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു, വാഷിംഗ് ആൻഡ് റെസ്റ്റ് ബിക്കോസ് ഓഫ് സം അതർ റീസൺ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഇന്നലെ പോയില്ല. റെസ്റ്റ് ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഇന്നലെ വെളിയിൽ പോയുള്ളൂ. ഫുൾ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഷാൻഷാൻ 113 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, 2 മണിക്കൂർ ഡ്രൈവാണ്. പിന്നെ അവിടെ നമുക്കൊരു ഫ്ലെമിംഗ് മൗണ്ടൻ കാണാനുണ്ട്. ഓക്കെ, പിന്നെ ഒരു വാലിയുണ്ട്, ഫ്ലെമിംഗ് മൗണ്ടൻ ആൻഡ് ഒരു വാലിയുടെ പേര് വാലി നാക്കൊടുക്കും. അതുകൊണ്ട് ചോദിച്ചാൽ പറഞ്ഞു ബുദ്ധന്മാരുടെ ഗുഹ. ബുദ്ധന്മാരുടെ ഗുഹയാണ്. ആക്ച്വലി അത് തന്നെയാണ് വായിച്ചത്. ബുദ്ധന്മാരുടെ ഗുഹയ്ക്ക് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമല്ലോ. എത്ര വർഷം? 1000 ഗുഹകളുണ്ട്. 1000 ഗുഹകളുണ്ട് അവിടെ. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഗുഹയെ പറ്റിയും അത് എന്നാന്നുള്ളതും ഞങ്ങൾ ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് 2-3 വിസിറ്റ് ഉണ്ടല്ലേ. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഡെസേർട്ടും കാണാം. ഡെസേർട്ടും ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ ഡെസേർട്ടും പോകുന്നുണ്ട്. കും ടാങ് ഡെസേർട്ട്. അപ്പോൾ ഇത് 3 സ്ഥലമാണ് നമ്മളിന്ന് നമ്മുടെ ഐറ്റിനറിയിലുള്ളത്. സമയം അനുസരിച്ച് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ്. മിനിങ്ങാന്ന് ഡേ ഫോർ യെസ്റ്റർഡേ ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ ഇന്നലെ റെസ്റ്റ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് നോ വീഡിയോ. 39th ഞങ്ങൾക്ക് MG ആണ്. ഓക്കെ, സോ അവിടെ ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു മൗണ്ടൻ എന്ന് പറയുന്നത് ചുറ്റുവട്ടമുണ്ട്. ശരിക്കും അങ്ങോട്ട് അടുത്തിട്ടില്ല, ചെറുടെ പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചു. ഇത് ശരിക്കും സിൻജിയാങ്, ചൈനയിലെ സിൻജിയാങ് എന്ന സ്ഥലത്തെ ഒരു വലിയ മൗണ്ടനാണ്. ഈ മൗണ്ടൻ്റെ പേരാണ് ഫ്ലെയിമിംഗ് മൗണ്ടൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് മാക്സിമം ചൂടെന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ചൂട് വരെ വരാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പറയണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ചുവപ്പ് നിറത്തിലുള്ള കല്ലും സൂര്യപ്രകാശങ്ങളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലെയിം ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഫ്ലെയിം പോലെ തോന്നുന്ന ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചൂടും വളരെ കലശമായ നല്ല ചൂടാണ്, സ്ട്രോങ് ചൂടാണ് ശരിക്കും ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നല്ല ഒരു ചൂടാണ്. ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിൽക്ക് റൂട്ടിൻ്റെ പഴയ സിൽക്ക് റൂട്ട് എന്താണെന്നുള്ള അറിയാമല്ലോ. ഇന്ത്യയിൽ നിന്ന് UK റോഡ് മാർഗ്ഗെ ബസ് പോയിക്കൊണ്ടിരുന്ന റൂട്ടിനാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നത്. ഈ മലനിരകളോട് ചേർന്നാണ് പുരാതന ഗാവോച്ചോങ് നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളും ബുദ്ധമതം പടർന്ന് പിടിച്ച സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇതിനോട് ചേർന്ന, ഈ മലയോട് ചേർന്നാണ്, ഇതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഈ മല തീരുന്ന ഭാഗത്തു നിന്നാണ് ബുദ്ധമതത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ബുദ്ധഗുഹകളും ചരിത്ര കലകളും ഒട്ടുമിക്ക ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണെന്നുള്ളത് തപ്പിപ്പിടിക്കണം. ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നേപ്പാളിലെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ് തോന്നുന്നു കണ്ടിട്ടത്. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ വീടിനെ അവർ പണിത് വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ താമസം വീടാണോ? കണ്ടിട്ട് വണ്ടിയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ആൾക്കാരുണ്ട്. വീട് അകത്തൊരു നടുമുറ്റം പോലെയുണ്ട് കാണാൻ. നമുക്ക് ഡോറ് തുറന്നു വെച്ചിരിക്കുന്ന വീടിനുള്ളിലൂടെ ഒരു ഒളിക്കണ്ണിട്ട് നോക്കിക്കഴിഞ്ഞാൽ നടുമുറ്റം പോലെയുണ്ട്. ഗ്രാമങ്ങളിലൂടെ ഒരു സഞ്ചാരമാണ്. ഈ യാത്രയുടെ ഭാഗമായി ഇതിലെ കൂടെ വന്നപ്പോൾ എടുത്തതാണ്. ക്ലൈമ്പിംഗ് മൗണ്ടിൻ്റെ മറ്റൊരു ദൃശ്യഭാഗങ്ങളാണ്. നമുക്ക് ചെറിയ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ഭംഗിയാണ്, അത് കാണിക്കാം. പല സ്റ്റൈലിൽ ഉള്ള മുന്തിരി ഉണക്കി വെച്ചേക്കുവാണ്. പല സ്റ്റൈലിലുള്ള മുന്തിരികളാണ് മുഴുവൻ. ഇവിടെ മുന്തിരികളുടെ കൃഷി തന്നെയുണ്ട്. അത് ഒരു വഴിക്ക് കാണാം മുന്തിരിത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ. ആ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് കാണിച്ചതിൻ്റെ പുറകിൽ മുഴുവൻ ഓരോ മുന്തിരിത്തോട്ടങ്ങളാണ് അതിൻ്റെ പുറകിൽ. അപ്പോൾ അതിൻ്റെ ഓണേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ് ഫ്രണ്ടിൽ നമ്മൾ മുമ്പ് കണ്ട ട്രഡീഷണൽ ഹോം എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഈ ഇഷ്ടിക പണിയുമ്പോൾ അതിൽ കച്ചി, നമ്മുടെ കച്ചി മിക്സ് ചെയ്താണ് ഇഷ്ടിക ഉണ്ടാകുന്നത്. ക്യാൻ സീ ഇറ്റ് കച്ചി മിക്സ് ചെയ്ത് ഇഷ്ടികയാണ് ഇതെല്ലാം മണ്ണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് മറ്റൊരു ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളാണ്. മണ്ണ് കുഴച്ച് തേച്ച് ഇത് ടൂറിസ്റ്റിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വില്ലേജ് ആണ്. ഇവിടെ എന്തോ ഫെസ്റ്റിവലൊക്കെ വരാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് ഇവരിവിടെ എല്ലാം സെറ്റപ്പ് ആക്കുകയാണ്. ഒന്നെങ്കിൽ ഇത് പുതിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഇതെല്ലാം ഒരു പുതിയ ഇതാണ്. അവിടുന്ന് വന്നേ. ഇതൊരു പട്ടീനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുകയാണ്. വില്ലേജ് എങ്ങനെയാണെന്ന്, ഇവിടുത്തെ ലോക്കൽ വില്ലേജ് എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങളൊരു ഇവിടുത്തെ ഒരു ഓൾഡ് വില്ലേജിലേക്ക്, ഒറിജിനൽ വില്ലേജിലേക്ക് കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആർട്ടിഫിഷ്യലി അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓൾഡ് വില്ലേജുകളാണ്. ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒറിജിനൽ വില്ലേജിലേക്ക്. അതിന് ബൈ ബസ് 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് ബസ്സുണ്ട്. അപ്പോൾ അതേ കയറി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോകണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ പോയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെയും ആർട്ടിഫിഷ്യലി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾ വില്ലേജ് അവരുണ്ടാക്കുന്ന കൃഷിയുണ്ട്. അവരെല്ലാം മുന്തിരിയുടെ എല്ലാം ഇവിടെ മുന്തിരി വൈന് കാര്യങ്ങൾ, മുന്തിരി ഉണങ്ങ്. ഇവിടെ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സാണ് കൂടുതലും കണ്ടിരിക്കുന്നത്, ഫ്രഷ് ഫ്രൂട്ട്സിനൊക്കെ കൂടുതൽ. അപ്പം എല്ലാം അതിൻ്റെ ഒരു സാമ്പിൾ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആ ചെറിയ ഒറിജിനൽ വില്ലേജിൽ കാണാൻ പോകുന്ന വഴിയാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബസ് എന്ന് പറയുന്നത്. എന്നാ പറയുന്നത്, 20 പേർക്ക് ഇരിക്കാം അല്ലേ, 19 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോറിക്ഷ ബസ്സാണ്. മോളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബസ്സാണ്. ഫ്ലേമിംഗ് മൗണ്ടൻ ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇച്ചിരി അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുവന്ന മണ്ണാണ് ബേസിക്കലി. ഇതാണ് വില്ലേജ്. ഇവിടെ എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇതെല്ലാം ഒരു ബിസിനസ് സ്ഥലമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ചെമ്പരത്തിയല്ലേ പൂവിരിക്കുന്ന പോലെയാണ് ഇവിടെ ഈ മരത്തിൽ അവരുടെ ആ ട്രഡീഷണൽസാണ് നോക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നേ, ഹെലികോപ്റ്ററും. അയ്യോ, ആ മൗണ്ടൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ ഇഷ്ടംപോലെ. നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോഴേ നമുക്ക് ആ മണ്ണിൻ്റെ കളർ ശരിക്കും, അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ കളർ ശരിക്കും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത് ഈ നല്ല ഒരു ഇല പോലും ആ മൗണ്ടനിലില്ല. എല്ലാ മൗണ്ടനിലും എന്തെങ്കിലുമൊക്കെ ഇലയും, ഒരുപക്ഷെ സൂര്യാഘാതം കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കും
താഴെ ഉണ്ട് കേട്ടോ, താഴെ അവർ വെച്ചുപിടിപ്പിച്ച മരങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ മുകളിൽ പൊടി മുകളിൽ നിന്നൊക്കെ ഉരുണ്ട് വീഴുന്നത് കൊണ്ടായിരിക്കാം ഒരു ചെറിയൊരു തരി പുല്ല് പോലും ഇല്ല. അതിൻ്റെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ വില്ലേജ് ആണോ അതെ ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിക്കണമെന്ന് തോന്നുന്നു, ആർക്കറിയാം. പ്രോപ്പർ വില്ലേജിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ടിക്കറ്റ് മേടിച്ചതിൻ്റെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് ആണിത്. ഇത് നമ്മളെല്ലാവർക്കും കാണുന്ന പോലെയുള്ള നമ്മളിപ്പോൾ കാണിക്കാം ഗ്രേപ്സ് ഗാർഡനാണ്. ഗ്രേപ്സ് ഗാർഡൻ ഇതവർ ഇവിടെ ഹോട്ടലൊക്കെയാണത്. നാടൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചേക്കുക. ഇത് ഒറിജിനലാണത്. ഒറിജിനൽ ഇവിടെ താമസിക്കുന്നുണ്ടോ ആർക്കറിയാം. നമ്മൾ നടന്നു കഴിയുമ്പോൾ ഒരു വില്ലേജ് ഇവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് ഇപ്പം എന്നാ പഴയ വരെല്ലാം കാണിക്കാൻ പറ്റുമല്ലേ. പഴയതെല്ലാം പൊളിച്ച് കളഞ്ഞ് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അത് ഉണ്ടാവുമോ, ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതാ ടിയാൻ ഷാൻ മൗണ്ടനിൽ നിന്നും മഞ്ഞ് ഉരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ്. ഈ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവർ കൃഷിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് പറയുന്നത്. അപ്പം ഈ വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ് ആ ഒരു ചെറിയ റിവർ ഒഴുകി പോകുന്നത്. അപ്പം കൃഷി ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വെള്ളം ഇവിടുന്നാണ്. കുടിക്കാനുള്ള വെള്ളമല്ല, കൃഷി ആവശ്യങ്ങൾക്ക് മാത്രം. മഞ്ഞ് ഉരുകി വരുന്ന വെള്ളം മാത്രമാണത്. ഇത് ഇച്ചിരൂടെയൊക്കെ വ്യക്തമായിട്ട് കാണാം നമുക്ക്. ലോക്കൽ ഗ്രാമീണ ഭംഗി, ട്രഡീഷണൽ ഗ്രാമം, ട്രഡീഷണൽ വില്ലേജ്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ഉണ്ടെന്ന് കാണിക്കണ്ട. അപ്പോൾ എൻ്റെ മോളെ കാണിച്ചേക്കല്ലേ. ആൾക്കാരൊക്കെ തുണിയല്ല മാറ്റൊക്കെ അലക്കി ഉണങ്ങിയിട്ടിരിക്കുകയാണ്.本产品采用古鲁班当地黑桑圣诞手工精酿制作而成的冰鲜活性产品，无人工合成添加剂、防腐剂，老少皆宜，是炎炎夏日最佳绿色人。ഇവിടെ ഒരു പള്ളിയുണ്ട്, ബുദ്ധമതത്തിൻ്റെ അനുബന്ധിച്ച പള്ളിയായിരിക്കാം. ഇത് പള്ളിയൊന്നും അല്ല, പള്ളിയുടെ മോഡലിലൊരു വീടിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് പള്ളിയൊന്നും അല്ല, വില്ലേജിൻ്റെ ഒരു ഫ്രണ്ടാണ്. ജസ്റ്റ് ഓരോ കുറച്ച് ഗ്രാമങ്ങൾ, കുറച്ച് ആൾക്കാർ താമസിക്കുന്നതായിരിക്കും ചുറ്റും. അതൊരു കവാടം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ പേർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൗണ്ടൻ്റെ അടുത്ത് നമുക്ക് നോക്കിക്കാണ്ട് ഇഷ്ടം ചെറിയൊരു ടോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബുദ്ധിസ്റ്റുകൾ ആദ്യകാലങ്ങളിൽ ഇരുന്നൊരു സ്ഥലമാണെന്നൊരു പറയുന്നത്, അതറിയില്ല. ഇത് ആ മൗണ്ടൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. വ്യൂയിങ് പ്ലാറ്റ്ഫോം ഫ്രണ്ടിലേക്ക്, ആൻഷ്യൻറ്റ് റെസിഡൻസ് ഗ്രൂപ്പ് ഫ്രണ്ടിലോട്ട്, ഫോൾക്ക് കസ്റ്റംസ് സ്ട്രീറ്റ് റൈറ്റിലേക്ക്. മലയാളികൾക്ക് സുപരിചിതമായ കുറച്ച് ഐറ്റംസാണ്. ഒരു കാലത്ത് ചൊരക്കായുടെ ബോൾ ഉണങ്ങി സൂക്ഷിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും
ഉപ്പ് സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. കൽഭരണികളുണ്ട്. എല്ലായിടത്തും സെയിം, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ വരുത്ത വേർഷനും പുതിയ ടെക്നോളജി അനുസരിച്ച് സാധനങ്ങൾ വന്നത്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം ഇലക്ട്രിക് പവർ ജനറേറ്ററോ പവർ ജനറേറ്റ് ചെയ്യുന്ന സംതിങ് എന്താണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഹില്ലിന് മുകളിലൊക്കെ എൻ്റെ ആവശ്യമില്ല. ഇവിടെ തീർന്നു. നമ്മൾ ആ വില്ലേജിൻ്റെ ഹിൽ പ്ലേസിലിട്ട് ടോപ്പ് എത്തിയെന്ന് തോന്നുന്നു. ഇതൊക്കെ അവരുടെ കൃഷി ഇടങ്ങളാണ്. ബ്യൂട്ടിഫുൾ. അല്ലേ ഇന്ന് ഓക്കെ. ഇന്നലെ ചില വീക്കായിരുന്നു വെച്ച് എപ്പോഴും ഞാൻ അത്ര വീക്കൊന്നും അല്ല കേട്ടോ. നല്ലതല്ല ഇടയ്ക്കിടയ്ക്ക്. എന്തോ ബിസിനസ്സാണ് ഓൺലൈനിൽ കൂടെ. ആളെന്താ സെല്ല് ചെയ്യുകയാണ്. ക്ലൈമിങ് മൗണ്ടൻ്റെ മിഡിലായിട്ട് അവിടെ ഒരു ഡോമുണ്ട്. ആ ഡോമിനോട് ഡോമിന് ചുറ്റും കണ്ടോ അവരത് മതിൽ പോലെ ചുറ്റും വളച്ച് കെട്ടി എടുത്തിരിക്കുകയാണ്. അവിടെ എന്തോ അവിടെ പണ്ട് കാലത്ത് ബുദ്ധിസ്റ്റുകൾ ഇരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിലൊരു മോഡൽ അവിടെ വഴിയുണ്ട്. അവിടെ എന്തൊക്കെയോ നമ്മൾ പോയല്ല കാണാം. അത്രയും ദൂരം പോകാനുള്ള മല കയറണം. അതെന്തൊക്കെ ഷെഡ് പോലെ കെട്ടിയിട്ട് നടക്കാനും കാണാനും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്. ഇതെല്ലാം നടക്കാനും പിടിക്കാനുള്ള ഇരിക്കാനൊക്കെ ഷെഡ് പോലെ മുകളിൽ തണൽ ഷെഡ് കെട്ടിയിട്ടുണ്ട് നീളത്തിൽ. നമ്മളേതായാലും ഇങ്ങനെ നടന്ന് ആ ഡോം വെച്ച് ബുദ്ധിസ്റ്റുകൾ ഇരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ലേ, അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടങ്ങളാണ്. ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷെഡ് കെട്ടിയിരുന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മൾ ആ ഡോമിൻ്റെ അടുത്തെത്തി. ആ ഡോമിന് ചുറ്റും മതിൽ പോലെ സെറ്റിങ്ങുണ്ടോ. ഇത്രയും അടുത്തെത്തി നമ്മൾ. മതിൽ കെട്ടുന്ന രീതികളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അതിന് സിമെൻറ്റ് തേക്കുന്നതിനെല്ലാം ഇഷ്ടിക മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ നിന്നുകൊണ്ട് താഴേക്കെടുത്ത വില്ലേജ് എടുക്കുകയാണ്. താഴത്തേക്കുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ആ വ്യൂ നല്ല മനസ്സിലാവും. ഇതെല്ലാം വില്ലേജിൻ്റെ മുകളിലുള്ള റൂഫുകളാണ്. നമ്മളതിൻ്റെ മുകളിലെത്തി. ഇവിടെയാണ് ഇവർ പറയുന്നത് 70 ഡിഗ്രി പീക്ക് ടൈമിലുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ 36 പറയുന്നത്. എനിക്ക് അത്ര വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ചൂടുണ്ട്. പക്ഷേ പല തൊപ്പി വെച്ച് ആയിരിക്കാം അത്രയും ഫീൽ ചെയ്യുന്നില്ല. അപ്പം 70 ഡിഗ്രിയൊക്കെ വരിക എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പം അന്നേരം ഇവിടെ ജനസഞ്ചാരം ഉണ്ടാവുമോ, ഇവിടെ ആൾക്കാർ വരുമോ, ഇവിടെ ഉള്ളവർ ഇവിടുന്ന് മാറുമോ അപ്പോൾ നമുക്കറിയത്തില്ല. നോക്കിയിട്ടൊക്കെ ഞാൻ ഇറക്കി താഴത്തേക്ക് ഞങ്ങളുടെ വണ്ടി ഇട്ടടുത്തേക്ക് പോവാണ്. ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഒന്ന് നടന്ന് പോകണം. ഇടയ്ക്കൊരു ചെറിയ സ്കൂട്ടറിൻ്റെ സൗകര്യമുണ്ട്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ 1/2 കിലോമീറ്റർ പോകാനായിട്ട് സ്കൂട്ടറുണ്ട്. എന്തിൻ്റെയോ വലിയൊരു ഫാക്ടറിയാണിത്. എന്താ ഇവിടുന്ന് എന്തോ എല്ലായിടത്തും ഇഷ്ടംപോലെ എന്തോ കുഴിച്ചെടുക്കുന്നുണ്ട്. ചെളി ഇഷ്ടിക ഉണ്ടാക്കാനുള്ള ചെളിയാണോ അതെയോ വെള്ളമാണോ അത് വേറെ ഓയിലാണോ അതെയോ ആ മെഷീനെ ഉപയോഗിച്ച് ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ എന്തോ ചെറിയ നമ്മുടെ കുഴക്കിണർ കുത്തുന്ന പോലെ ഇഷ്ടംപോലെ ഉണ്ട്. അരിഞ്ഞു കയറാം. നമ്മൾ പൊന്നപ്പനല്ല തങ്കപ്പനല്ലേ.
അതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം, നല്ല സംഭവം നോക്കും. ഇഷ്ടംപോലെ ക്രെയിനുണ്ട്. ഒരു ഡെസേർട്ടിൽ കൂടെ നടന്ന് പോകുന്നത് പോലെയാണ്, ഡെസേർട്ട് ഡ്രൈവ് പോലെയാണ്. രണ്ട് ഇരുവശങ്ങളിലും നമ്മൾ ആ മുമ്പേ കണ്ടത് എണ്ണ കുഴിച്ചെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ മെഷീൻസാണ്. ആ ക്രെയിൻ ഉപയോഗിച്ച് താഴ്ന്ന് അവിടെ ആൾക്കാരൊന്നുമില്ല, ഓരോ മെഷീനും ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് പോയേക്കും അവർ. അപ്പോൾ അത് കുഴിച്ച് എടുക്കണമെന്ന് തോന്നുന്നു, കാരണം അവിടെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. 100 ആയിരക്കണക്കിന് ചെറിയ ചെറിയ ക്രെയിൻസ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് എണ്ണപ്പാടാൻ തോന്നുന്നു. ഇത് കംപ്ലീറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഡെസേർട്ട് ഡ്രൈവാണ്. ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നതും ഒരു സഫാരിയാണ് പോകുന്നത്. സഫാരി ഉണ്ടോ എന്നറിയാം, സഫാരി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം സഫാരിക്കായിട്ട് കയറുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. കുറച്ച് ദുബായിൽ നിന്നുള്ളവരാണ്. പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സഫാരിയൊക്കെ പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് നെക്സ്റ്റ് പോയി കാണുക. അതിൻ്റെ സാഹചര്യം നല്ലതാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ അവിടുന്ന് പോകുക എന്നുള്ളത് തോന്നുന്നു. ചുറ്റും ചുവന്ന മൺകൂനകൾ കൊണ്ടൊരു ഡെസേർട്ട് പോലൊരു മല. ഡെസേർട്ട് അല്ല, പക്ഷേ ഇത് മലയാണ്. ചെങ്കൽ മലകൾ, ചെമ്മണ്ണ് അല്ലേ. ഞങ്ങളങ്ങനെ ഒരു ഡെസേർട്ട് സഫാരിയുടെ അവിടെ എത്തി. ഈ കാണുന്നതാണ് ഡെസേർട്ട്, ചൈന ഡെസേർട്ട് സഫാരി. ടിക്കറ്റ് എടുക്കണം. അപ്പം ഇത് അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇതാണ് കൗണ്ടർ. നമ്മൾ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ക്യാമൽ റൈഡിന് പോവുകയാണ്. ക്യാമൽ എല്ലാം വളരെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല യൂണിഫോം ആക്കിയിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്ത് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ക്യാമൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡ് സഫാരിക്ക് വന്നപ്പോൾ ഒരു 2-3 ഡെസ്റ്റിനേഷൻ ഒന്നിവിടെ കഴിഞ്ഞു. ക്യാമൽ സഫാരി. പിന്നെ ഇവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നപ്പോൾ കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. പിന്നെ കുറേ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയാണെന്ന് തോന്നുന്നു സ്റ്റാച്യു അല്ല. ഇത് കൂട്ടി ബസ്സിനാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൻ്റെ അപ്പുറം ഇടുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. വണ്ടിയുടെ പാർക്ക് ചെയ്തു. ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. റൈറ്റ്, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.